എറണാകുളം കൂത്താട്ടുകുളം നഗരസഭയിൽ മാത്യു കുഴൽനാടൻ എംഎൽഎയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ കുതിരക്കച്ചവടമാണ് നടന്നതെന്ന സിപിഐഎം ആരോപണത്തിന്റെ ശക്തി പകരുന്ന കൂടുതൽ ദൃശ്യങ്ങൾ പുറത്ത്. ബാങ്ക് ബാധ്യതകൾ തീർത്തുതരാമെന്ന UDF വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്ന് കൗൺസിലർ കലാരാജു പറയുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് കോൺഗ്രസിന്റെ ആരോപണങ്ങൾ പൊളിയുന്ന കൂടുതൽ ദൃശ്യങ്ങളും പുറത്തുവന്നത്. കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള കടവന്ത്ര ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ നിന്നും ഇന്നലെ കോലഞ്ചേരി മജിസ്ട്രേറ്റ് കോടതിയിൽ രഹസ്യമൊഴി കൊടുക്കുന്നതിനു വേണ്ടി വരുന്ന കലാരാജുവിന്റെ ദൃശ്യങ്ങളാണിത്. ഇനിയുള്ള ദൃശ്യങ്ങൾ കാണുക. സംഭവം നടന്ന 18-ാം തീയതി വൈകിട്ട് ഏകദേശം 5 മണിയോടെ കലാരാജുവിനെ പോലീസ് അവരുടെ വീട്ടിൽ നിന്ന് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണിത്. വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു കുഴപ്പവുമില്ലാതെ നടന്ന് പോലീസ് വാഹനത്തിൽ കയറി യാത്രയാകുന്നു. CPIM-കാർ വലിച്ചുകീറി എന്ന് പറയുന്ന പകൽ മുഴുവൻ ധരിച്ച വസ്ത്രം ധരിച്ചാണ് കലാരാജു ഈ നടന്നു പോകുന്നത്. പോലീസുകാർ പിന്നീട് കലാരാജുവിനെ പരിശോധനയ്ക്കായി കൂത്താട്ടുകുളത്തെ ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിച്ചു. 2 ഡോക്ടർമാർ പരിശോധിച്ച് ഒരു കുഴപ്പവുമില്ല എന്ന് കണ്ടെത്തിയതിനു ശേഷമാണ് കോൺഗ്രസുകാർ അവരുടെ നിയന്ത്രണത്തിലുള്ള കടവന്ത്രയിലെ ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിലേക്ക് മാറ്റിയത്. ആ വ്യക്തിയാണ് ദിവസങ്ങൾ കഴിഞ്ഞ് ആംബുലൻസിലും വീൽചെയറിലും മജിസ്ട്രേറ്റിന് മുമ്പിൽ എത്തുന്നത്. വീട്ടിൽ നിന്ന് നടന്നുപോയ കലാരാജു വീൽചെയറിൽ യാത്ര ചെയ്യേണ്ട അവസ്ഥയിൽ 4 ദിവസം കൊണ്ട് എത്തിച്ചേർന്നുവെങ്കിൽ അതിന് ആരാണ് ഉത്തരവാദികൾ? മറുപടി പറയേണ്ടത് അവരെ കൂട്ടിക്കൊണ്ടുപോയ കോൺഗ്രസ് ആണ്. ബാങ്ക് ബാധ്യതകൾ തീർത്തുതരാമെന്ന് UDF വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്ന് കൗൺസിലർ കലാരാജു പറയുന്ന ദൃശ്യങ്ങൾ ഇന്നലെയാണ് പുറത്തു വന്നത്. അവർ ബാങ്കിന്റെ അതിന്റെ എല്ലാത്തിന്റെയും കൂടെ നിന്ന് നമുക്ക് എല്ലാം അന്വേഷിക്കാമെന്നുള്ള ഒരു വാഗ്ദാനം. ചേച്ചിയുടെ ബാങ്കിന്റെ ഡീറ്റെയിൽസ് എല്ലാം അവര് കണ്ടെത്തി അത് സോൾവ് ചെയ്താന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾക്ക് ഇപ്പൊ വന്നേക്കുന്നത് അവരാരും അന്വേഷിച്ചില്ലാത്തതുകൊണ്ട് നമുക്ക് ബാങ്കിന്റെ കാര്യങ്ങളെല്ലാം അന്വേഷിക്കാം. അവര് സോൾവ് ചെയ്തോ. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തേക്കുവാണ്. ഞാൻ മനഃപൂർവ്വം സ്വിച്ച് ഓഫ് ചെയ്താ. വിധവയായ ഒരു സ്ത്രീയുടെ സാമ്പത്തികമായ ദയനീയ അവസ്ഥയെ രാഷ്ട്രീയമായി എങ്ങനെ ചൂഷണം ചെയ്യാം എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറുകയാണ് ഈ കാഴ്ചകൾ. കലാലയ തിരഞ്ഞെടുപ്പുകളിൽ KSUക്കാർ പലതവണ പയറ്റി തോറ്റുപോയ ആളുകൾ പരിഹസിക്കുന്ന കഞ്ഞിക്കുഴിത്തരം ഒരു സ്ത്രീയിൽ പരീക്ഷിക്കുകയാണ് മാത്യു കുഴൽനാടന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ്. കൈരളി ന്യൂസ്, കൊച്ചി.